സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അല്ലാതെ യേശുവിനെ എനിക്കിപ്പോൾ കാണണം, എൻ്റെ മുൻപിൽ വരട്ടെ എന്നു ചില ആളുകൾ പറയാറുണ്ട്. നോക്കൂ, നിങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? അദ്ദേഹം ഉണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിൽ വരട്ടെ, എൻ്റെ വീട്ടിൽ വരട്ടെ, ഞാൻ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അത് ചുമ്മാ പറയുന്നതാണ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ബുദ്ധിമാനാണോ ഭോഷനാണോ? പറയൂ. രാജാതിരാജാവാണവൻ, കർത്താതി കർത്താവാണവൻ. അവൻ സർവശക്തനായ ദൈവമാകുന്നു. നിനക്ക് അവനെ കാണണമെങ്കിൽ നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദൈവത്തെങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് വചനം പറയുന്നു. യേശുവിനെ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കൂ. യേശുവിനെ എനിക്ക് കാണണം, എൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്നല്ല പറയേണ്ടത്. യേശുവിനെ കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്താണ് ചെയ്തത്? ഈ വഴിയിലൂടെ യേശു ക്രിസ്തു കടന്നു വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഓടി വരുവാൻ ഇടയായി. എന്താണ്? വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ടി വിയിലൂടെ സന്ദേശം കേൾക്കാം, എന്നാൽ നിങ്ങൾക്ക് കൂട്ടായ്മ അനുഭവിക്കണമെങ്കിൽ ഇവിടേക്ക് വരണം. അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് ലൈവ് പ്രോഗ്രാം കാണുവാൻ കഴിയുന്നതാണ്. എന്നാൽ ഒരിക്കലെങ്കിലും വരിക. എന്താണ്? ഈ അന്തരീക്ഷത്തിൽ ഉള്ളതായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആനന്ദം, ആ ഒരു അനുഭവം നമുക്ക് ടി വിയിൽ കാണുന്ന സമയത്ത് ലഭിക്കുകയില്ല. യേശുവിൻ്റെ അടുക്കലേക്ക് നാം വരണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരിക. അതുകൊണ്ട് അവൻ ഓടി വരാനിടയായി. എപ്പോഴും യേശുവിൻ്റെ അടുക്കൽ നോക്കിയാൽ ജനക്കൂട്ടത്തെ കാണാൻ കഴിയുമായിരുന്നു. കാരണം അവൻ തൊടുന്നവർക്ക് സൗഖ്യം ലഭിച്ചിരുന്നു. അതുപോലെ അവൻ്റെ വചനം കേൾക്കുവാൻ അനേകർ വന്നിരുന്നു. അതുപോലെ അവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അനേകം ആളുകൾ വന്നിരുന്നു. അതുകൊണ്ട് ജനക്കൂട്ടം ഒരുപാട് പേർ അവനെ കാണുവാൻ വേണ്ടി വന്നിരുന്നു. എന്നാൽ സക്കായി കുറുകിയവനായതുകൊണ്ട് അവൻ യേശുവിനെ കാണുവാൻ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് കാണുവാൻ കഴിയാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി എന്നാണുള്ളത്. പിന്നെ എന്താണ്? ചില ആളുകൾ പറയാറുണ്ട്, കാണുവാൻ ആഗ്രഹിച്ചാണ് വന്നത്, പക്ഷേ അനേകം ആളുകൾ ഉള്ളത് കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആരാണവൻ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ ഫ്രണ്ടാണോ? പഴയ ഫ്രണ്ടാണോ? അതോ ഇപ്പോഴുള്ള ഫ്രണ്ടാണോ? അവൻ്റെ അടുക്കൽ വളരെ ശ്രദ്ധിച്ചായിരിക്കണം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. അല്ലെങ്കിൽ അവൻ ഇടയ്ക്ക് വരും, മോനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച്. യേശുവിൽ വിശ്വസിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി, ഇങ്ങ് പോരെ എന്ന് പറയും. ഞാൻ ഉണ്ടടാ എന്ന് പറയും. ജാഗ്രതയോടായിരിക്കുക നിങ്ങൾ. എന്താണ്? ആരെ വിഴുങ്ങണം എന്ന് പറഞ്ഞ് ഗർജിക്കുന്ന സിംഹത്തെപ്പോലെ അവൻ എപ്പോഴും യേശുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ നമ്മെ തടസ്സപ്പെടുത്തും. അവൻ്റെ വചനം കേൾക്കാതിരിക്കുവാൻ തടസ്സം കൊണ്ടുവരും. അവനിൽ നിന്ന് നമ്മെ അകറ്റുവാൻ പരിശ്രമിക്കും. അതുകൊണ്ടാണ് തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്. അവൻ കുറുകിയവൻ ആയിരിക്കുന്നത് കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. എന്താണ്? ഒരാശയം തോന്നി. തൻ്റെ തലച്ചോർ ഉപയോഗിച്ചു. എന്താണ് ചെയ്തത്? എനിക്ക് നീളമില്ലാത്തതുകൊണ്ട് അവനെ കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു മരത്തിൽ കയറിയിരിക്കുകയാണെങ്കിൽ എനിക്ക് അവനെ കാണുവാൻ കഴിയും. നമ്മുടെ ബുദ്ധി നാം എല്ലാ കാര്യത്തിലും ഉപയോഗിക്കും, എന്നാൽ ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കത്തില്ല. പാപം ചെയ്യുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിസാമർഥ്യം കാണിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ വരുന്ന സമയത്ത് എനിക്ക് കഴിയില്ല, എനിക്കാവില്ല, എങ്ങനെയാണ് എന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ദൈവസന്നിധിയിൽ വരുന്ന സമയം അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവസരങ്ങൾ ഉപയോഗിക്കണം. അവനൊരു ഓഫീസറായിരുന്നു, വലിയൊരു അധികാരിയാണ്. എന്തിനാണ് മരത്തിൽ കയറുന്നത്? അത് നാണക്കേടല്ലേ? ഇതാ ഒരു കുള്ളൻ മരത്തിൽ കയറി എന്ന് പറഞ്ഞിട്ട് അവനെ പലരും കളിയാക്കിയിരിക്കാം, കുട്ടികൾ കളിയാക്കിയിരിക്കാം. എന്നാൽ കളിയാക്കുമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോയിരുന്നെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് രക്ഷ വരികയില്ലായിരുന്നു. നിങ്ങളും യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ പലരും കളിയാക്കുവാനിടയാകും. ദൈവമെന്ന് പറഞ്ഞ് പലരും നടക്കുകയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാനിടയാകും. എന്തു കിട്ടി നിനക്ക് ദൈവത്തെ വിശ്വസിച്ചിട്ട് നടന്നിട്ട്? എന്തു പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ കടവും ബുദ്ധിമുട്ടും മാത്രമാണല്ലോ. എന്തു കിട്ടി? നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ കുട്ടിയെ ജീവിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരെങ്കിലുമൊക്കെ ദൈവസന്നിധി വരുന്നതിന് തടസ്സമായി നിങ്ങളെ കളിയാക്കാം. ക്രമമായി സഭയിൽ വന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞിട്ട് വരുന്നില്ല. എന്താണ് മകളെ സഭയിൽ വരാത്തത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ
പറയുകയാണ്, ബൈബിൾ പിടിച്ച് ഞാൻ വരുന്ന സമയത്ത് റോഡിൽ കാണുന്ന ആളുകൾ എന്നെ കളിയാക്കിയെന്ന്. ദാ ഒരു വലിയ ഭക്ത വരുന്നുണ്ട്, ബൈബിളുമായിട്ട് വരുന്നെന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി അന്നു മുതൽ ഇന്ന് വരെ ബൈബിൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന്. എന്നെക്കുറിച്ച് ആളുകൾ നിങ്ങളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എതിരായി സംസാരിക്കുമ്പോൾ, ദോഷമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇരുന്ന് കരയൂ. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി കിടക്കണം എന്നാണോ പറഞ്ഞത്? കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങളുടെ സ്വർഗത്തിലെ പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുല്ലസിപ്പീൻ. ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അപമാനം വരികയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. അത് ഇരട്ടി അനുഗ്രഹത്തിന് കാരണമായി മാറാനിടയാകും. കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഉണ്ടാകുന്നതായ തടസ്സങ്ങൾ ചിലപ്പോൾ ഭവനക്കാരിൽ കൂടിയായിരിക്കും, അല്ലെങ്കിൽ സ്നേഹിതരിൽ കൂടിയായിരിക്കാം, ചിലപ്പോൾ പിശാചിൽ കൂടിയായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. എന്നാൽ തീക്ഷ്ണതയോടുകൂടി ആ കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ ഉന്നതമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും. അവൻ മരത്തിൽ കയറിയിരിക്കുകയാണ്. കറക്റ്റ് ആ മരത്തിന്റെ താഴെ കർത്താവ് എത്താനിടയായി. സക്കായി ആ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന കാര്യം കർത്താവിനോട് ആരും തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാൽ ആ മരത്തിന്റെ താഴെ എത്തിയതായ സമയത്ത് യേശുക്രിസ്തു കണ്ണുയർത്തി നോക്കിയിട്ട്, എടാ കുള്ള ഇറങ്ങി വാ എന്നാണ് വിളിച്ചത്. എന്താണ് വിളിച്ചത്? എങ്ങനെയാണ് മനസ്സിലായത്? യേശുക്രിസ്തുവിന് നമ്മുടെ പേര് അറിയാം, നമ്മുടെ വിവരങ്ങളെല്ലാം അറിയാം. നിന്നെക്കുറിച്ച് അവൻ നന്നായി അറിയാം. എപ്പോൾ മുതൽ നമ്മെ അറിയാം അവന്? നിന്റെ അമ്മയ്ക്കും അപ്പനും നിന്നെ എപ്പോൾ മുതലാണ് അറിയാവുന്നത്? ഹോസ്പിറ്റലിൽ നീ ജനിച്ച അന്നു മുതൽ. എന്നാൽ യേശുവിന് നിന്നെ എപ്പോൾ മുതൽ അറിയാം? നീ അമ്മയുടെ ഉദരത്തിൽ നീ ഒരു മാംസപിണ്ഡമായിരുന്ന സമയം മുതൽ തന്നെ നിന്നെക്കുറിച്ച് അവനറിയാം. ആ വിവരം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ മാതാവിൻ്റെ ഉദരത്തിൽ ഒരു മാംസപിണ്ഡമായിരുന്നപ്പോൾ തന്നെ അവൻ കണ്ടതാണ്. നിന്നെ ഇന്ന വ്യക്തിയാക്കി മാറ്റണമെന്ന് അവൻ ആശിക്കാനിടയായി. എൻ്റെ അമ്മയുടെ ഗർഭത്തിലെ ആ മാംസപിണ്ഡം നോക്കിയിട്ട് ഇവൻ ജയ്പോളായി മാറണം, ഇവൻ എൻ്റെ ദാസനായി മാറണം, ഇവൻ ഇത്ര ഉയരമുണ്ടായിരിക്കണം, ഇവൻ ഇങ്ങനെയുള്ളവനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ദൈവം തീരുമാനിക്കാനിടയായി. എന്നെക്കുറിച്ച് മാത്രമോ നിങ്ങളെക്കുറിച്ചുമാണോ? ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് വിശുദ്ധനായ പൗലോസ് പറഞ്ഞു. യേശുക്രിസ്തു എന്നെ കണ്ടത് എന്തിനാണെന്ന് എൻ്റെ ജീവിതത്തെ തിരിച്ചറിയുന്നതിനായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 18 വർഷം വേണ്ടി വന്നു. അതുവഴി എനിക്കറിയില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്താണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കർത്താവ് എന്നെ കണ്ടിരുന്നു എന്നുള്ളതായ സത്യം. നിങ്ങൾക്ക് 18 വയസ്സും കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു എന്ന സത്യം അറിയാമോ? അറിയാമോ? 2-3 പേർ മാത്രമേ തലകുലുക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാമോ? നിങ്ങളെ തിരഞ്ഞെടുത്ത കർത്താവ് വെറുതെ ഇരിക്കുമോ? സക്കായിയേ, വേഗത്തിൽ ഇറങ്ങി വാ. എപ്പോഴെങ്കിലും ദൈവസ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൻ്റെ മൃദുവായ ശബ്ദം കേട്ടിട്ടുണ്ടോ? അവൻ പലപ്പോഴും നിങ്ങളെ വിളിക്കുന്നുണ്ട്. എൻ്റെ മകനെ, നിന്റെ ഹൃദയം എനിക്ക് നൽകുക. എൻ്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് നൽകുക. നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് ഉദ്ദേശങ്ങളും പദ്ധതികളുമുണ്ട്. ഉന്നതമായ പദ്ധതികളുണ്ട്. എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. ഈ സക്കായി അന്വേഷിക്കുവാനിടയായി. അവൻ കണ്ടെത്തി. സക്കായിയെ, വേഗം ഇറങ്ങി വാ. ഇന്നു നിന്റെ കൂടെ ഞാൻ ഭവനത്തിൽ വരും. സക്കായി എന്താണ് വിചാരിച്ചത്? യേശുവിനെ കണ്ടിട്ട് തിരിച്ചു പോയേക്കാം എന്നായിരുന്നു. നമ്മുടെ നാട്ടിലും പറയേണ്ട ഭക്തിയെക്കുറിച്ച് ദർശനം കണ്ടിട്ട് പോകാമെന്ന്. എന്താണ് വിചാരിക്കുന്നത്? കണ്ടിട്ട് അങ്ങ് പോയിക്കളയാമെന്ന്. ഒരിക്കലുമല്ല. നാം ഒന്ന് കണ്ടിട്ട് പോകുവാൻ യേശുക്രിസ്തു നമ്മെ അനുവദിക്കുകയില്ല. അവൻ നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാകുന്നു. നിന്നോട് കൂടെ ഞാൻ ഇരിക്കും, നിന്റെ ഭവനത്തിൽ ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നവനാണ്. അവൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല. ആലയത്തിൽ ഇരിക്കുന്ന ഒരു ദൈവത്തെ പോലെ യേശുവിനെ കാണരുത്. സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു. എനിക്ക് വേണ്ടി പണിയുന്ന ആലയം എങ്ങനെയുള്ളതായിരിക്കും? മനുഷ്യന്റെ കൈപ്പണിയാൽ നിർമ്മിക്കുന്ന ആലയത്തിൽ അവൻ വസിക്കുന്നില്ല. സക്കായി, വേഗത്തിൽ ഇറങ്ങി വാ എന്ന് വിളിച്ചപ്പോൾ സക്കായി ലജ്ജിക്കുവാനിടയായോ? അവൻ സങ്കടപ്പെട്ടോ? അവൻ ഭയപ്പെട്ടോ? എന്നെയല്ല എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയോ? എന്താണ്? നിങ്ങൾ ശരിയായി ഒരു കാര്യം മനസ്സിലാക്കണം. സക്കായി ഇങ്ങനെ താഴോട്ട് നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് യേശു തിരിഞ്ഞ് മുകളിലേക്ക് നോക്കി. എന്താണ് സംഭവിച്ചത്? അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടാനിടയായി. എന്താണ്? യേശു കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ സമയത്ത് സക്കായിയുടെ ഹൃദയം
അലിഞ്ഞുപോയി, രൂപാന്തരപ്പെട്ടു, മാറ്റമുണ്ടായി. അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടി മരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുവാനിടയായത്. രണ്ട് മനുഷ്യർ പരസ്പരം നോക്കണമെങ്കിൽ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും നോക്കിയാൽ കണ്ടുമുട്ടാൻ കഴിയുമോ? യേശു നിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്, നീയാണെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? യേശുക്രിസ്തു നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീയാണെങ്കിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സീരിയൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് സീരിയൽ കാണൽ കൂടിക്കൂടി വരികയാണ്. വിശ്വാസികൾ പറയാറുണ്ട്, ഞങ്ങൾ സിനിമ കാണുന്നില്ല, അതുകൊണ്ട് സീരിയൽ കാണാൻ കഴിയുമല്ലോ. ഒന്നിനും കൊള്ളാത്ത സീരിയലുകൾ. നാളെ അത് വീണ്ടും തുടരും, നാളെ അത് എപ്പോൾ ഇനിയും വരും എന്ന് കാത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ആളുകൾ. ഇന്നലെ സീരിയൽ തീരുന്ന സമയത്ത് അവളുടെ കഴുത്തിൽ പിടിക്കുകയായിരുന്നു. കഴുത്തിൽ പിടിച്ച് ഞെക്കിയോ അതോ അവളെ വെറുതെ വിട്ടോ? ആർക്കെന്ത് സംഭവിച്ചാൽ നിങ്ങൾക്കെന്താണ് അറിയേണ്ടത്? നിങ്ങൾക്കറിയാമോ? സസ്പെൻഡുകൾ കൊണ്ടുവന്നിട്ട് നിർത്തുകയാണെങ്കിൽ നാളെ അതെന്താണ് സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോൾ 7 മണി സമയമാകും, എപ്പോൾ സീരിയൽ ബാക്കി കാണുവാൻ കഴിയും, ആ കഥയുടെ ബാക്കി ഭാഗം എന്താണ് എന്ന് വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ഇന്ന് യേശുക്രിസ്തുവിന് എന്നോട് സംസാരിക്കുവാൻ എന്താണ് ഉള്ളത് എന്ന് എത്ര ആളുകൾ കാത്തിരിക്കുന്നുണ്ട്? ആരും കാത്തിരിക്കുന്നില്ല. കാൽവറി ദർശനം പ്രോഗ്രാം കാണുന്നുണ്ട്, എന്നാൽ ചോദിക്കുകയാണ് ഇപ്പോൾ, ഇതിനു മുൻപ് പറഞ്ഞ പ്രസംഗം എന്താണെന്ന് ചോദിച്ചാൽ ആരും മറുപടി പറയില്ല. ചിലർ മറുപടി പറയാനിടയാകും, ചിലർ ഒന്നും തന്നെ മനസ്സിലാക്കത്തില്ല. അവരുടെ ഹൃദയങ്ങളിലേക്ക് വചനം, ഓർക്കണം, ദൈവദാസനല്ല എന്നോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവമാണ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സന്ദേശത്തിൽ കൂടി ദൈവം എന്നോട് എന്താണ് സംസാരിക്കാൻ പോകുന്നത്? എൻ്റെ പ്രശ്നങ്ങൾക്ക് അവൻ മറുപടി നൽകുന്നു. എൻ്റെ സങ്കടത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കാൻ ഇടയാകുമോ എന്നുള്ളതായ ആഗ്രഹത്തോട് കേട്ടാൽ ദൈവം നിനക്ക് വിടുതൽ നൽകുവാൻ ഇടയാകും. എന്നാൽ ഇന്നുള്ളതായ മനുഷ്യർക്ക് ആ ഏകാഗ്രത ഇല്ല. ആ സക്കായി യേശുക്രിസ്തുവിനെ കാണുന്ന സമയത്ത് യേശുക്രിസ്തുവും സക്കായിയെ നോക്കുവാനിടയായി. അതാണ് രക്ഷ, അതാണ് മാനസാന്തരം, അതാണ് പുതിയ സൃഷ്ടിയുടെ ആരംഭം. നിന്നെ കാണുന്നവനെ നീ കാണുകയാണെങ്കിൽ അവിടെ നിന്റെ ജീവിതം മാറിപ്പോകും. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അത്ഭുതം സംഭവിക്കും. പത്രോസ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി മരിക്കുവാനും ഞാൻ എപ്പോഴും തയ്യാറാണെന്ന്. എന്നാൽ നീയും യേശുവിൻ്റെ കൂടെ ഉള്ളവനല്ലോ എന്ന് ബാലിക വന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന്. കുറച്ച് മറ്റു ബാലിക വന്നിട്ട് നീയും യേശുവിൻ്റെ കൂടെ ഉള്ളവനല്ലോ, ഗലീലക്കാരനല്ലയോ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും തള്ളിപ്പറയുവാനിടയായി. അങ്ങനെ അവൻ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് ശേഷം കോഴി കൂവാനിടയായി. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 63-ാം വാക്യം. 60-ാം വാക്യം മുതൽ വായിക്കാം. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി. എടാ ദ്രോഹി എന്ന് പറഞ്ഞല്ല നോക്കിയത്, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞല്ല നോക്കിയത്. അവൻ്റെ നോട്ടം എങ്ങനെയുള്ളതാണ്? വളരെ കരുണയോട് കൂടിയുള്ളതാണ്. അവൻ സ്നേഹത്തോടാണ് നോക്കിയത്. പത്രോസേ എന്ന രീതിയിലാണ് നോക്കിയത്. അവൻ്റെ നോട്ടം അവൻ്റെ കണ്ണുകളിൽ പതിച്ചപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നുപോയി. ഞാൻ കർത്താവിനെ അറിയില്ല എന്ന് തള്ളി പറഞ്ഞല്ലോ എന്ന ദുഃഖത്തോടുകൂടി അവൻ വെളിയിലേക്ക് പോയിട്ട് അതിദുഃഖത്തോടുകൂടി കരയുവാനിടയായി. പിന്നീട് ഒരിക്കൽ പോലും പത്രോസ് കർത്താവിനെ അറിയില്ല എന്ന് ഒരിക്കൽ പോലും തള്ളി പറഞ്ഞിട്ടില്ല. ആ ദിവസത്തിൽ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. അവനെ ഒരുപാട് ഉപദ്രവിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുമോ, പ്രസംഗിച്ചാൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടും ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് യേശു തന്നെയാണ് ദൈവമെന്ന് പ്രസംഗിക്കുവാനിടയായി. പത്രോസിന്റെ മരണം എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അവനോട് പറഞ്ഞു, യേശു അല്ല ദൈവമെന്ന് പറയൂ, ഇല്ലെങ്കിൽ നിന്നെ ക്രൂശിൽ കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, വേണമെങ്കിൽ എന്നെ ക്രൂശിക്കുക, എന്നാൽ എൻ്റെ യേശുവിനെ പോലെ ഞാൻ ക്രൂശിൽ കിടക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ തല കീഴാക്കി കാലുകൾ മുകളിലാക്കി തലകീഴായി എന്നെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ നൈൽ നദിയുടെ തീരത്ത് അവനെ തലകീഴായിട്ട് ക്രൂശിക്കുവാൻ ഇടയായി. കർത്താവിനെ തള്ളി പറയാത്തത് കൊണ്ട്, കർത്താവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കാതെ ഇരുന്നത് കൊണ്ട് തലകീഴായിട്ട് അവനെ ക്രൂശിച്ച് രക്തസാക്ഷിയാക്കി. ഇന്ന് യേശുക്രിസ്തുവിന്റെ നോട്ടത്തിലുള്ളതായ ശക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല.
നിന്നെ കാണുന്ന കർത്താവിനെ നിനക്ക് കാണണമെങ്കിൽ നിന്റെ ഹൃദയത്തെ നീ ഒരുക്കണം. നീ അവനെ അന്വേഷിക്കണം. എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന് പറഞ്ഞു. നീ അവനെ അന്വേഷിക്കുന്നതായ സമയത്ത്, നുറുങ്ങിയ ഹൃദയത്തോടെ അവങ്കിലേക്ക് വരുന്ന സമയത്ത്, വ്യക്തമായി നിന്നെ അറിയുന്നതായ കർത്താവ് നിന്റെ ദുഃഖത്തെ മാറ്റുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ഉദ്ദേശങ്ങളുള്ളതായ ദൈവത്തിന് അവൻ്റെ പദ്ധതികൾ നിന്നിൽ ചെയ്യാൻ കഴിയും. ഇറങ്ങി വരൂ, ഇന്നു ഞാൻ നിന്നോട് കൂടെ. എപ്പോഴും കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നാളെക്കുറിച്ചല്ല, ഇന്നെന്നാണ് അവൻ പറയുന്നത്. നാളെ നൽകാമെന്ന് പറയില്ല. ഇതാണ് പ്രസാദകരമായ ദിവസം, ഇതാകുന്നു രക്ഷാ ദിവസമെന്നാണ്. നാളത്തെ ദിവസം നമ്മുടേതല്ല. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയുകയില്ല. നാളത്തെക്കുറിച്ച് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നമുക്ക് ഒരിക്കലുമില്ല. പ്രായമുള്ളവർക്കുണ്ടോ? യുവജനങ്ങൾ പോലും മരിച്ചു പോകുന്നു, ദേവദാസന്മാർ മരിച്ചു പോകുന്നു. 30 വയസ്സുള്ള യൗവനക്കാരന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. നേരത്തെയൊക്കെ 70-80 വയസ്സിലായിരുന്നു അത് സംഭവിക്കുന്നത്. എന്നാൽ 30 വയസ്സിൽ ഇപ്പോൾ തന്നെ ഒരു യൗവനക്കാരൻ എന്നെ കാണാൻ വന്നു. എന്നോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന അപേക്ഷിച്ചു. MSc പഠിച്ച വ്യക്തിയാണ്. എന്താണ് പറയുന്നത്? ബ്രെയിൻ സ്ട്രോക്ക് വന്നെന്ന്. യൗവനക്കാരൻ എങ്ങനെയാണ് ബ്രെയിൻ സ്ട്രോക്ക് വരുന്നത്? പണ്ടൊക്കെ അത് പ്രായമുള്ളവർക്ക് വരുന്ന അസുഖമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ, ജീവിച്ചാൽ കർത്താവിന് വേണ്ടി, മരിക്കുകയാണെങ്കിൽ നിത്യജീവനുണ്ട്. ഇന്നു ഞാൻ നിന്നെ രക്ഷിക്കുവാനിടയാകും. ഇന്ന് ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്നു ഞാൻ നിന്റെ ഭവനത്തിൽ വരുവാനിടയാകും. അങ്ങനെ സക്കായി യേശുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യേശുവിനെ നിങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമോ? സംസാരിക്കുന്നേ. ഇപ്പോൾ തന്നെ ആയിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട് കർത്താവിന് കൊടുക്കുവാൻ? അവന് വേണ്ടി കൊടുക്കുവാൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് നിന്റെ അവസ്ഥ? സിനിമയുടെ ചിത്രങ്ങളാണോ? നിന്റെ വീട്ടിൽ TV ഓണാണോ? അവിടെ സിനിമ കാണുന്നുണ്ടോ? നീതിമാന്റെ കൂടാരത്തിൽ നിന്ന് എന്താണ് കേൾക്കേണ്ടത്? ഉല്ലാസഘോഷങ്ങൾ കേൾക്കണമെന്നാണ്. യേശുക്രിസ്തു പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ വീട്ടിലായിരിക്കുന്നൊക്കെ യേശുവിന് ഇഷ്ടമില്ലാത്തതാണ്. സക്കായുടെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകാനിടയായി. പണ്ട് കാലത്തൊക്കെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ കാല് വെള്ളമൊഴിച്ച് കഴുകി കൊടുക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെയുണ്ടോ? ഇല്ല. സക്കായി അവൻ്റെ കാല് കഴുകാൻ വേണ്ടി വെള്ളം കൊടുക്കാനിടയായി. നമ്മൾ നോക്കുകയാണെങ്കിൽ യഹൂദന്മാരുടെ സമ്പ്രദായവും ഭാരതത്തിൻ്റെ സമ്പ്രദായവും ഒരുപോലെയൊക്കെയാണ്. നമ്മുടെ കൈകാലുകൾ കഴുകുന്നത്, വീട്ടിൽ വരുന്ന ആളുകളുടെ കാല് കഴുകിക്കൊടുക്കുന്നത്, പണ്ടൊക്കെ അത് നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. അത് യഹൂദന്മാരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ആ ചെമ്പുപാത്രത്തിൽ വെള്ളം കൊടുത്തു. യേശുക്രിസ്തു അതിലേക്ക് നോക്കുവാൻ ഇടയായി. ആ തിരിച്ചു കൊടുത്തേക്കാൻ കർത്താവേ എന്ന് പറഞ്ഞു. എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? ആ ചെമ്പ് ഇവിടുന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പണമടച്ചില്ലെന്നും പറഞ്ഞ് ചെമ്പെടുത്തുകൊണ്ട് വരുവാൻ ഇടയായി. അത് അന്യായമായി സമ്പാദിച്ചതാണ്. ഇരിക്കാൻ കസാര കൊടുത്തു. കസാര കർത്താവ് ഒന്ന് നോക്കി. കർത്താവെ, ഞാൻ തിരിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടിലുള്ളതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്തതാണ്, പണയവസ്തുക്കളാണ്. പണയം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ഇട്ടിട്ട് പോയതാണ്. എല്ലാം അനീതിയായി തട്ടിയെടുത്തതാണ്. കുറെ നേരം കഴിഞ്ഞിട്ട് സഹിക്കാൻ കഴിയാതെ അവൻ പറഞ്ഞു, കർത്താവെ, ജനത്തിൽ നിന്ന് ഞാൻ അന്യായമായി വാങ്ങിയെടുത്തിട്ട് ഉള്ളതെല്ലാം 4 ഇരട്ടി ഞാൻ തിരികെ കൊടുത്തേക്കാമെന്ന്. എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഭാഗവും അന്യായമായി ഞാൻ സമ്പാദിച്ചതാണ്. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് അതിൻ്റെ പകുതി ഭാഗവും കൊടുത്തേക്കാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നിരിക്കുന്നു എന്ന്. വീട്ടിൽ പാവമുണ്ടെങ്കിൽ രക്ഷ എങ്ങനെയാണ് വരുന്നത്? വീട്ടിലുള്ളതായ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തം തന്നെയാണോ? അയൽപക്കത്തുള്ള ആളുകളുടെ പാത്രങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അടുത്ത വീട്ടിൽ എന്തെങ്കിലും സാധനം കാക്ക നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ടാൽ പോലും അത് തിരിച്ചു കൊടുക്കുക. നിങ്ങളെ കള്ളനാണെന്ന് വിചാരിച്ചാൽ പോലും. നിങ്ങളുടേത് അല്ലാത്ത എന്തെങ്കിലും സാധനം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും അനുഗ്രഹമല്ല. മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ നിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അത് ശാപത്തിന് കാരണമാണ്. കൈക്കൂലിക്കാരൻ്റെ വീട് നശിപ്പിച്ചു കളയുവാനിടയാകും. ആരുടെ വീടുകളിലാണ് കൈക്കൂലിയും മോഷണ സമ്പത്തും ഉണ്ടായിരിക്കുന്നത്, അത് അവരുടെ മക്കൾക്ക് അനുഗ്രഹമായി തീരുകയില്ല. കള്ളം പറഞ്ഞ് നേടിയതായ സമ്പത്ത് നിനക്ക് ആനന്ദം നൽകുമെന്ന് വിചാരിക്കരുത്. നിന്റെ ഭവനത്തിൽ അവിഹിതമായ സമ്പാദ്യം ഉണ്ടാകരുത്. മോഷ്ടിക്കപ്പെട്ട സമ്പത്ത് നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ അത് നിന്റെ മക്കൾക്ക് അനുഗ്രഹത്തിന് കാരണമാകില്ല. മോഷ്ടിക്കപ്പെട്ട ആഹാരം നിന്റെ വായ്ക്ക് രുചികരമായി തോന്നും, എന്നാൽ നിന്റെ വയറിനത് ദോഷകരമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നിന്റെ ഭവനത്തിൽ രക്ഷ വന്നാൽ പിന്നെ പിശാചിനെ സംബന്ധിച്ച് ഒന്നും തന്നെ നിന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. യേശുവിൽ വിശ്വസിച്ചതിന് ശേഷം സക്കായി എന്താണ് വിചാരിച്ചു? ഇത്രയും നാളും സമ്പത്തിൽ സന്തോഷമുണ്ടെന്ന് അവൻ വിചാരിച്ചു.
അനീതിയായി നേടിയെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ എൻ്റെ യേശു, എൻ്റെ രക്ഷകൻ എൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അത് മതി. ഇത്രയും ഒരു സന്തോഷം ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ആ കർത്താവ് അവനെ നോക്കി പേര് വിളിച്ച സമയത്ത് അവൻ സന്തോഷത്തോടുകൂടി ഇറങ്ങി വന്നു. അതാണ് സന്തോഷത്തോടെ രക്ഷയുടെ ആനന്ദം. അത് വില കൊടുത്തിട്ട് വാങ്ങുവാൻ കഴിയുന്നതല്ല രക്ഷയുടെ സന്തോഷം. യേശുക്രിസ്തു നൽകുന്ന രക്ഷയുടെ സന്തോഷം ആസ്വദിച്ചവർക്ക് ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെടുവാൻ കഴിയില്ല. നിന്റെ സന്നിധിയിൽ സമ്പൂർണമായ സന്തോഷം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ സന്നിധിയിലാണ് സന്തോഷമുള്ളത്. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലാണ് സന്തോഷമുള്ളത്, ആനന്ദമുള്ളത്. ആ ഭവനത്തിലേക്ക് രക്ഷ വരാനിടയായി. നിത്യ നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ഇന്ന് നിന്റെ ഭവനത്തിൽ രക്ഷയുണ്ടോ? രക്ഷയുടെ സന്തോഷം നിന്റെ ഭവനത്തിലുണ്ടോ? ഈ മനുഷ്യന്റെ രക്ഷ അല്ല, ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഇന്നുള്ള ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഭവനത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഒരാളെ പിശാച് കെണിയിൽപ്പെടുത്തുവാനിടയാകും. ആ വ്യക്തിയിൽ കൂടി വീട്ടിലുള്ളതായ സന്തോഷം മുഴുവനും, അത് മകനായിരിക്കാം, മകളായിരിക്കാം, പിതാവായിരിക്കാം, മാതാവായിരിക്കാം, പിശാചിന്റെ പ്രവൃത്തിയാൽ ആ വ്യക്തിയിൽ കൂടി വീട്ടിൽ സമാധാനം നഷ്ടപ്പെടാനിടയാകും. ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട ശേഷം നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ കുടുംബവുമോ പറയൂ, ഞങ്ങൾ യഹോവയെ സേവിക്കും. എൻ്റെ മക്കൾ ജനിച്ചത് നരകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയല്ല. എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത് നരകത്തിലേക്ക് അവരെ അയക്കുവാൻ വേണ്ടിയല്ല. എൻ്റെ കുടുംബക്കാർ എല്ലാവരും രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തു ഈ ദിവസവും ആത്മസ്വരൂപനായി നമ്മുടെ ഭവനത്തിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ തൊടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് ആത്മസ്വരൂപനായ കർത്താവ് ആരെയാണ് അനുഗ്രഹിക്കേണ്ടത്? ആരാണ് എൻ്റെ വചനം അനുസരിക്കുന്നത്? ആരാണ് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മെ ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. വെറുതെ മീറ്റിങ്ങിന് വന്നിട്ട് പോകുന്നവരായിട്ടല്ല, ഇന്ന് ദൈവത്തോട് സംസാരിച്ചിട്ട് പോകണം. ആത്മാവിൽ ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകണം. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചുകൊണ്ട് ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി അവനിൽ വിശ്വസിച്ച് കടന്നുപോകണം എന്നുള്ള തീരുമാനത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരത്ഭുതം സംഭവിക്കും. യേശു ഉള്ളിടത്ത് ജീവൻ ഉണ്ട്. യേശു ഉള്ളിടത്ത് രക്ഷയുണ്ട്. യേശു ഉള്ളിടത്ത് സൗഖ്യം ഉണ്ട്. അതുപോലെ യേശു ഉള്ളിടത്ത് പിശാചിന് ഇടം ഇല്ല. യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ദുഃഖങ്ങളെല്ലാം അകന്നുപോകും. രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. നമുക്ക് അനുഗ്രഹവും നന്മയും ഉണ്ടാകും. അവൻ നമ്മെ രക്ഷിക്കുന്ന സമയത്ത് പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. സകല പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. നമ്മെ പേരിട്ട് വിളിക്കുന്ന കർത്താവ് ആകുന്നു നമ്മുടെ യേശു. അവനൊരു കൂട്ടത്തിന്റെ ദൈവമല്ല, അവൻ ഓരോ വ്യക്തികളുടെയും ദൈവമാകുന്നു. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. അതുപോലെ നിന്റെ പേരും അവിടെ ഇടൂ. അവിടെ നിന്റെ പേരിട്ട് വിളിക്കൂ. നിന്റെ ദൈവമാണ്, നിന്റെ പേരിടൂ. മറിയയുടെ ദൈവം, സാറാമയുടെ ദൈവം, എന്താണ് ജയ്പോളിന്റെ ദൈവം. കണ്ടില്ലേ? അല്ലാതെ നമ്മുടെ എല്ലാം ദൈവമാണെന്ന് മാത്രം പറയരുത്. എല്ലാവർക്കും വേണ്ടി മാത്രമല്ല, ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചവനാണ്. അബ്രഹാമിനെ സ്നേഹിച്ചു അവൻ. അബ്രഹാമേ, അബ്രഹാമേ, ശമുവേലേ, ശമുവേലേ, ശൗലേ, ശൗലേ എന്ന പേരിട്ട് വിളിച്ച ദൈവമാകുന്നു അവൻ. അവന്റെ മൃദുസ്വരത്തെ നിനക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ, നീ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എത്ര ശ്രേഷ്ഠനായ വ്യക്തിയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ, നിന്നെ കാണുന്ന ദൈവത്തിന് നിനക്ക് കാണുവാൻ കഴിഞ്ഞാൽ, നിനക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും. എന്നെ കണ്ടവളെ ഞാൻ കണ്ടു എന്ന് ഹാഗർ അബ്രഹാം ഇറക്കിവിട്ട സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിൽ ചെന്നിട്ട് അവിടെ വെള്ളം കിട്ടാതെ കരഞ്ഞു, നിലവിളിക്കുവാനിടയായി. ആ സമയത്ത് ആ മരുഭൂമിയിൽ തന്നെ ദൈവം നീരുറവയെ കൊടുത്തു. അപ്പോൾ ഹാഗർ പറയുകയാണ്, എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കണ്ടുവെന്ന്. എന്നെ കാണുന്നതായ ദൈവത്തെ. നമ്മെ ദൈവം കാണുന്നുണ്ട്, നാം പക്ഷേ അവനെ കാണുന്നില്ല. അതാണ്, നിന്നെ കാണുന്ന ദൈവത്തെ നീ കാണുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റമുണ്ടാകും. നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നിനക്ക് തിരിച്ചറിയാൻ കഴിയും. സക്കായുടെ വീട്ടിലേക്ക് വന്നതായ രക്ഷ വളരെ വിലയേറിയതായിരുന്നു. നീ ലോകത്ത് എന്തെല്ലാം സമ്പാദിച്ചാലും, എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും, എന്തെല്ലാം പ്രയാസങ്ങൾ നീ അനുഭവിച്ചാലും, നിനക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, നിനക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ രക്ഷയുടെ ആനന്ദത്തെ നീ പ്രാപിക്കണം. മറ്റൊരു നാമത്തിലും രക്ഷയില്ല. യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണ് രക്ഷയുള്ളത്.
സകല മുഴങ്കാലുകളും അവന്റെ മുൻപിൽ മടങ്ങും, എല്ലാ നാവും അവൻ ദൈവമാണെന്ന് ഏറ്റുപറയുമെന്ന്. അവന്റെ നാമം ഭൂമിയിലും പാതാളത്തിലും സ്വർഗത്തിലും എല്ലാം ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇത്ര വലിയൊരു യേശുക്രിസ്തു നമുക്കുണ്ടായിരിക്കുമ്പോൾ ഒരു ഗതിയുമില്ലാത്തവരെ പോലെ ദുഃഖിതരായിട്ട് നിസ്സഹായ അവസ്ഥയിൽ നമുക്ക് ജീവിക്കേണ്ടതായ അവസ്ഥ ഇല്ല. കർത്താവിന്റെ കൂടെയുള്ള വ്യക്തിയുടെ സകല ആവശ്യങ്ങളും അപ്പോൾ നിറവേറുന്നു. കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടെങ്കിൽ സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ അവൻ വിടുവിക്കും. യേശുവേ, ഈ രക്ഷ എനിക്ക് വേണം, എന്റെ വീട്ടുകാർക്ക് വേണം എന്ന് കർത്താവിനോട് ചോദിക്കാമോ? എഴുന്നേറ്റ് നിൽക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. വായു തുറന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ കഷ്ടതയോടെ ആയിരിക്കുന്ന കർത്താവേ, ഒരു ജോലിക്ക് വേണ്ടി ദേശത്ത് മുഴുവൻ ഞാൻ നടക്കുകയാണ്. എന്റെ വ്യാപാര വിഷയത്തിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെടുകയാണ്. എന്റെ കുടുംബം നടത്തുന്ന കാര്യത്തിൽ ഒരുപാട് ദുഃഖിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുകയാണ്. അതിലൊരു നേട്ടവുമില്ല, ഒരു ലാഭവും ഉണ്ടാകുന്നില്ല. എവിടെയാണ് എന്റെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ ഇഷ്ടമുള്ളതുപോലെ ഞാൻ നടക്കുന്നു, അന്വേഷിക്കുന്നു. യൗവനകാലത്തിൽ യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കുന്നതിനായി എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യുന്നു. എന്നാൽ ഏതോ ഒരു കുറവ്, ഏതോ ഒരു ദുഃഖം, ഏതോ ഒരു സങ്കടം എന്റെ ജീവിതത്തിൽ ബാക്കിയായിരിക്കുന്നു. നീ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടായാൽ മതി കർത്താവേ. നീ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമുണ്ട്. നീയാകുന്നു എനിക്ക് ഏക രക്ഷയെന്ന് ഈ ദിവസം ഒരിക്കൽ കൂടി എന്റെ പൂർണ്ണ ഹൃദയത്താൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വായു തുറന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ഒന്ന് ദർശിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്റെ യേശുവിന്റെ കൂടെ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഭവനത്തിലേക്ക് എന്റെ കർത്താവ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായ രക്ഷയുടെ ആനന്ദത്തെ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിലെ താൽക്കാലികമായ സുഖത്തിന്റെ അതുപോലെ താൽക്കാലിക സന്തോഷത്തെ എല്ലാം കളഞ്ഞിട്ട് എന്റെ കർത്താവ് നൽകുന്ന നിത്യമായ സന്തോഷത്തെ പ്രാപിക്കുവാൻ, രക്ഷയുടെ ആനന്ദത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബങ്ങളിലേക്ക് നീ വരണമേ ദൈവമേ. നീയുള്ള സ്ഥലത്ത് ഇരുട്ടില്ല, നീയുള്ള സ്ഥലത്ത് രോഗമില്ല, നീയുള്ള സ്ഥലത്ത് അസമാധാനമില്ല, നീയുള്ള സ്ഥലത്ത് പിശാചിന് ഇടമില്ല, നീയുള്ള സ്ഥലത്ത് ജീവനുണ്ട് കർത്താവേ. എന്നോട് കൂടെ വരണമേ, എന്റെ ഭവനത്തിൽ വരണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നാരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അവരെ ഈ നിമിഷം നീ സ്പർശിക്കുമാറാകണമേ. ഏതെല്ലാം കുടുംബത്തിലാണ് പിശാചിന്റെ തന്ത്രങ്ങളുള്ളത്, മദ്യപാനത്തിന്റെ കെടുതികൾ ഏത് കുടുംബത്തിലാണ് അനുഭവിക്കുന്നത്, അങ്ങനെയുള്ള കുടുംബത്തെ നീ ദർശിക്കുമാറാകണമേ. അവരുടെ മനസ്സുകളെ നീ മാറ്റിക്കൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് രക്ഷ നൽകണമേ. നിന്റെ വരവ് സമീപമായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളിൽ ആരും തന്നെ നശിച്ച് നരകത്തിലേക്ക് പോകാതെ രക്ഷിക്കപ്പെട്ട് നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറുന്നതിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും വരും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.